വെൽക്കം ആളൊക്കെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാഡിസ്റ്റിക്സിൽ ഒരു ക്ലാഡ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയവയെ കുറിച്ചാണ്. വാട്ട് ഈസ് ക്ലാഡിസ്റ്റിക്സ്? Cladistics is the method of classification of organisms based on their phylogenetic relationship. അതായത് എവല്യൂഷണറി ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഫോർമുലേറ്റ് ചെയ്ത് വില്ലി ഹെനിക്കാണ്. ക്ലാഡിസ്റ്റിക്സ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ക്ലാഡ്സ്. അപ്പോൾ ക്ലാഡ്സ് എന്താണ്? ക്ലാഡ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ആർ എ കോമൺ ആൻസിസ്റ്റർ. നമുക്കൊരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഓക്കെ, സപ്പോസ് നമുക്ക് എ എന്ന് പറയുന്ന ഒരു അൺനോൺ സ്പീഷീസ് ഉണ്ടെന്നിരിക്കട്ടെ. ഒരു അൺനോൺ സ്പീഷീസ് ആണ്. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? എക്ക് ഏത് ഓർഗാനിസമായി സിമിലാരിറ്റി ഉണ്ടെന്ന് നോക്കും. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇവിടെ എക്ക് ബിയുമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ നമ്മൾ കണ്ടുപിടിച്ചു. എക്ക് ബിയുമായിട്ട് ബി എന്ന് പറയുന്ന മറ്റൊരു ടാക്സോണുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്നിരിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട്, അതിന്റെ കോമൺ ആൻസെസ്റ്റർ ഏതാണെന്ന് നോക്കണം. ഇമ്മീഡിയറ്റ് കോമൺ ആൻസെസ്റ്റർ ഏതാണെന്ന് നോക്കും. അതേതാണ്? ഈ നോഡ് റെപ്രസെന്റ്സ് ഇമ്മീഡിയറ്റ് കോമൺ ആൻസെസ്റ്റർ. അപ്പൊ ഇതിങ്ങനെ ഒരു ക്ലാഡ് ആണ്. ഇവിടെ ഇതിൽ സി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് ആണ്. അതിലേക്ക് ഞാൻ വരാം. ഇതിനെ ഒരു ഔട്ട് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഈ സി ഈ ക്ലാഡിൽ ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ ഒരു ക്ലാഡോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ? ഇത് മൊത്തം ഒരു ക്ലാഡോഗ്രാമാണ്. ഇത് ഒരു ക്ലാഡോഗ്രാമാണ് ഈ മൊത്തം നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ക്ലാഡോഗ്രാംസ് ആർ ഡയഗ്രമാറ്റിക് ഇലസ്ട്രേഷൻ ദാറ്റ് ഡിപിക്ട് സ്പീഷീസ് ഡൈവേർജൻസ് ഫ്രം കോമൺ ആൻസെസ്റ്റർ. അപ്പൊ ഇവിടെ ഈ മൂന്ന് സ്പീഷീസിനെ നോക്കുമ്പം എ ബി സി, ഇതിന്റെ മൂന്ന് സ്പീഷീസ് നോക്കുമ്പം ഇതിന്റെ കോമൺ ആൻസെസ്റ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ എയുടെയും ബിയുടെയും ഇമ്മീഡിയറ്റ് ആൻസെസ്റ്റർ ഇതാണ്. ഓക്കെ, ശരി. ഇനി ഒരു ക്ലാഡോഗ്രാം ടിപ്പിക്കലി എന്തൊക്കെയാണ് ഡിഫറെന്റ് പാർട്സ് എന്ന് നോക്കാം. ഒരു ക്ലാഡോഗ്രാമിൽ ക്ലാഡോഗ്രാം ടിപ്പിക്കലി ഷെയർ സർട്ടൻ കീ ഫീച്ചേഴ്സ്. അതിൽ ഒരു റൂട്ട്, ഇനിഷ്യൽ ആൻസെസ്റ്റർ കോമൺ ടു ഓൾ ഓർഗാനിസത്തിന്റെ ക്ലാഡോഗ്രാം. അതാണ് എന്താ ഒരു റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ക്ലാഡോഗ്രാമിലുള്ളത്? നോഡുണ്ട്. ഈ നോഡ് എന്താ? നോഡ് ഈസ് എ ബ്രാഞ്ചിങ് പോയിന്റ് ഓൺ എ ക്ലാഡോഗ്രാം ഓർ ഫൈലോജനറ്റിക് ട്രീ. ഈ ഫൈലോജനറ്റിക് ട്രീ എന്ന് പറയും. ദാറ്റ് റെപ്രസെന്റ്സ് ദ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ഓഫ് 2 or more descendant lineages. ഇവിടെ രണ്ടെണ്ണം കാണിച്ചിരിക്കുക. ഇവിടെ ഒരു നോഡ് ഇസ് എ ബ്രാഞ്ചിങ് പോയിന്റ് അല്ലെ. ഒരു ക്ലാഡോഗ്രാമിലെ ബ്രാഞ്ചിങ് പോയിന്റ് ആണ്. Then that represent most recent common ancestor. എന്താണ്? അതായത് ഇപ്പോൾ എയും ബിയും സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആൻസെസ്റ്റർ ആണ് ഇവിടെ റൂട്ട് അല്ലേ. പക്ഷെ എയുടെയും ബിയുടെയും ഇമ്മീഡിയറ്റ് ആൻസെസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതല്ലേ, നോഡല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഗ്രൂപ്പ്. ക്ലാഡ് ചില സ്വഭാവങ്ങളുണ്ട്, ചില ഫീച്ചേഴ്സ്. ക്ലാഡ്സ് ആർ മോണോഫൈലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് ആൾ ഓഫ് ഇറ്റ്സ് ഡിസെൻഡന്റ്. എ കോമൺ ആൻസെസ്റ്റർ ആൻഡ് ആൾ ഓഫ് ഇറ്റ്സ് ഡിസെൻഡന്റ്. പക്ഷേ ഇതിൽ പാരാഫൈലറ്റിക്, പോളിഫൈലറ്റിക് എന്നെല്ലാം വിവിധ ടേംസ് നമുക്ക് പഠിക്കണം. അത് മറ്റൊരു ക്ലാസ്സിലെടുക്കാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ പറയുമ്പം ഈ ക്ലാഡ് മോണോഫൈലറ്റിക് ആണെന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ക്ലാഡ് എന്താണെന്ന് മനസ്സിലായി. ക്ലാഡ്സ് ആർ മോണോഫൈലറ്റിക്. അതിന് ഉദാഹരണമാണ് ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ക്ലാഡ് ഇസ് നെസ്റ്റഡ്. ക്ലാഡ്സ് ആർ നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡയഗ്രാം നോക്കാം. ഇവിടെ ഇതൊരു ലാർജർ ക്ലാഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ലാർജർ ക്ലാഡാണ്. ക്ലാഡ്സ് ആർ നെസ്റ്റഡ് വൺ ഇൻ അനദർ. അതായത് നോക്കി, ഇവിടെ ഇതൊരു ക്ലാഡാണ്, ഇത് മറ്റൊരു ക്ലാഡാണ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ലാർജർ ക്ലാഡാണ്. അതായത് ഇതൊരു ടാക്സോൺ, ഇത് മറ്റൊരു ടാക്സോൺ, ഇത് അതുപോലെ ഇതൊരു ടാക്സോൺ, മറ്റൊരു ടാക്സോൺ, ഇത് മറ്റൊരു ടാക്സോൺ. ഇതെല്ലാം ഡിഫറെന്റ് ടാക്സോണാണ്. ഈ ടാക്സോൺ എല്ലാം ഒറിജിൻ ചെയ്ത് ഈ കോമൺ ആൻസെസ്റ്റർ എന്നല്ലേ. സോ ഇൻ ദാറ്റ് സെൻസ് വി ക്യാൻ സേ ഇതെല്ലാം കൂടെ ഒരു ലാർജർ ക്ലാഡാണ്. ക്ലാഡ്സ് ആർ നെസ്റ്റഡ് വൺ ഇൻ അനദർ എന്ന് പറയുമ്പോൾ
ഇതിൽ മറ്റൊരു ക്ലാഡ് ഉണ്ട്. കാര്യം ഈ 3 ടാക്സോണെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ കോമൺ ആൻസെസ്റ്റർ അല്ലേ? അപ്പൊ ഇത് ഇപ്പൊ മറ്റൊരു ക്ലാഡാണ്. ഇവിടെ ഈ മൂന്ന് ടാക്സോണെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിന്റെ ഇമ്മീഡിയറ്റ് ആൻസെസ്റ്റർ ഇതാണ് അല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ അത് ക്ലാഡ്സ് ആർ നെസ്റ്റഡ്. അപ്പൊ ഈ സൈലന്റ് ഫീച്ചേഴ്സ് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു പ്രത്യേകത, ദ സെൻട്രൽ concept of cladism is that any characteristics is either primitive or derived. Primitive character plesiomorphic എന്ന് പറയും, ഡിറൈവ്ഡ് കാരനെ അപ്പോമോർഫിക് എന്ന് പറയും. ഇതും ഞാൻ നേരത്തെ മോണോഫൈലറ്റിക് പാരഫൈലറ്റിക് എല്ലാം പറഞ്ഞതുപോലെ ഇതും മറ്റൊരു ക്ലാസ്സിലെടുക്കും. അത് അപ്പോമോർഫി, സിനപ്പോമോർഫി, പ്ലേസിയോമോർഫി, ഹോമോപ്ലാസ്റ്റിക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ അത് അടുത്ത ക്ലാസ് എടുക്കുമ്പം ഇതിലെന്താണ് ഈ പ്ലേസിയോമോർഫിയും അപ്പോമോർഫിയും ഇതിൽ വരുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്ലാഡ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്? ക്ലാഡ് മോണോഫൈലറ്റിക് എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിഫൈനിങ് ക്യാരക്ടർ? എ ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് ആൻ ആൻസെസ്റ്റർ ആൻഡ് സം ബട്ട് നോട്ട് ഓൾ ഓഫ് ഇറ്റ്സ് ഡിസെൻഡ്സ്. ഇല്ല, ഇത് ഒരു പാരഫൈലറ്റിക് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നത് മോണോഫൈലറ്റിക് അല്ല, അതൊരു ക്ലാഡിന്റെ ഒരു ക്യാരക്ടർ അല്ല. എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ഷെയർ അനലോഗസ് ട്രേറ്റ്സ് അല്ല. ഇതും അടുത്ത ക്ലാസ്സിൽ മറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എ ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് കോമൺ ആൻസെസ്റ്റർ ആൻഡ് ആൾ ഇറ്റ്സ് ഡിസെൻഡൻസ്. ഇതാണല്ലോ ആൻസർ. സി ആണ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a phylogenetic tree, what does a nested group indicate? A smaller clade exists within a larger, more inclusive clade. That's the answer. The species are paraphyletic. The organisms are unrelated. A polyptomy has occurred. Polyptomy word നമ്മുടെ ടെസ്റ്റിൽ തരുന്നുണ്ട്, പ്രാക്ടീസ് ടെസ്റ്റിൽ തരും, അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ എന്തായാലും ആൻസർ എ ആണ്. ദെൻ എ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഈസ് ആൾസോ നോൺ ആസ് എന്താ? ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പിനെ ടാക്സോൺ, ക്ലാഡ്, പാരാഫൈലറ്റിക് ഗ്രൂപ്പ്, പോളിഫൈലറ്റിക് ഗ്രൂപ്പ്. എന്താണ് അത്? വളരെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലാഡ് ആണ് ആൻസർ അല്ലേ? ഓക്കെ, സോ നമുക്കൊന്ന് മതി. ഓക്കെ, താങ്ക് യു.